Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, മീഡിയയിലൂടെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ കർത്താവ് ദൈവമക്കളെ മീഡിയയിലൂടെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഒരു കുടുംബം ഒരു അനുഭവം പറയുകയുണ്ടായി. എൻ്റെ പേര് മാത്യു. ഞാൻ വരുന്നത് കുട്ടനാട് രാമങ്കരി ഇടവഴിപ്പെട്ട അംഗമാണ്. ഞാൻ എൻ്റെ മകന് വേണ്ടി സാക്ഷ്യം പറയാനാണ് നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ധ്യാനം കൂടിയതാണ്. അന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. വീണ്ടും ഞാൻ വന്നത് എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് സാക്ഷ്യം പറയാതിരിക്കാൻ പറ്റുകയില്ലാത്ത അനുഗ്രഹം ദൈവം എനിക്ക് തന്നതുകൊണ്ടാണ്. കാരണം ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. മകൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഞാൻ ഗൾഫിലായിരുന്നു. ആ സമയത്ത് അവനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. ഒന്നും നടക്കാതെ വന്നപ്പോൾ ഞാൻ സിസ്റ്ററോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. സിസ്റ്റർ പറഞ്ഞു, യൂട്യൂബിൽ നിന്നെടുത്ത് അഭിഷേകാഗ്നിയുടെ പ്രാർത്ഥനയിൽ നീ യൂട്യൂബിൽ നിന്നെടുത്ത് കാണുക, പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. 7 ആഴ്ച പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആദ്യം എനിക്ക് കിട്ടിയ അനുഗ്രഹം 36 വർഷത്തിന് മേലായിട്ടുണ്ട് ഞാൻ സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയത്. 36 വർഷത്തിലധികമായി സിഗരറ്റ് വലിയുടെ അടിമയായിരുന്നു. സിഗരറ്റ് വലിക്കുകയും കള്ളും കുടിക്കും, തമ്പാക്ക്, പാൻപറ, ഇങ്ങനെയുള്ള എല്ലാത്തിലും അടിമയായിരുന്നു ഞാൻ. കാരണം എനിക്കൊരു ദിവസം ശരാശരി 40 സിഗരറ്റിൽ കൂടുതൽ ആവശ്യമാണ്. അങ്ങനെ 40 സിഗരറ്റ് വലിക്കും, 1 പാക്കറ്റ് തമ്പാക്ക് ഉപയോഗിക്കും. ഇതെല്ലാം ആയിരുന്നെങ്കിൽ ഞാൻ ഡ്രൈവറാണ്. ആ ഫീൽഡിലേക്ക് അങ്ങനെ പോയി. എൻ്റെ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ആദ്യം കഴിഞ്ഞ ജൂൺ 1-ാം തീയതി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു സ്വരം കേട്ടു, നിന്റെ ദുശീലങ്ങൾ അകറ്റിക്കളയുക, നീ അനുഗ്രഹിക്കപ്പെടുമെന്ന്. നിന്റെ ദുശീലം ആദ്യം തന്നെ നീ ഉപേക്ഷിക്കുക, അപ്പോൾ നിന്റെ മേൽ അനുഗ്രഹം ചൊരിയപ്പെടും എന്നൊരു സ്വരം ഈ യൂട്യൂബ് കേട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നു. അഭിഷേകത്തിന് യൂട്യൂബിൽ കേട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു സ്വരം ഈശോ കേൾപ്പിച്ച്. ജൂൺ 1-ാം തീയതി ഞാൻ സിഗരറ്റ് വലി നിർത്താമെന്ന് മാതാവിൻ്റെ അടുക്കൽ സത്യം ചെയ്ത് അന്ന് നിർത്തി. സ്വരം കേട്ട അന്ന് ഒരു സത്യമാണ് ചെയ്തത്. 1 വർഷം കഴിഞ്ഞു. സിഗരറ്റ് വലിച്ചിട്ടില്ല, തമ്പാക്ക് ഉപയോഗിച്ചിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല. ഇതെല്ലാം ഉപേക്ഷിച്ചു. ആ നിമിഷം രാവിലെ 9 മണിക്ക് മാതാവിന് ഞാൻ വാക്ക് കൊടുക്കുന്നു. 11:30 മണിക്ക് എൻ്റെ മകൻ്റെ വിസ റെഡിയായി എനിക്ക് അറിവ് കിട്ടുന്നു. ഇന്ന് എൻ്റെ മകൻ ഖത്തറില് സിവിൽ എഞ്ചിനീയറായിട്ട് US ഡിപ്പാർട്ട്മെന്റിൽ മാന്യമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. നല്ല ഉയർന്ന ശമ്പളത്തിൽ US ഡിപ്പാർട്ട്മെന്റിൽ ഖത്തറിൽ സിവിൽ എഞ്ചിനീയറായിട്ട് മകൻ നല്ല ഗതി വിരാജിക്കുകയാണ്. അപ്പൻ ദുശീലം നിർത്തി. 2 മണിക്കൂർ പോലും തികയേണ്ടി വന്നില്ല, മകന്റെ തടസ്സം മാറി. ഇന്ന് എനിക്ക് സിഗരറ്റ് വലിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ആകെ ചൊല്ലുന്നത് ജപമാലയുടെ ഒരു നന്മ നിറഞ്ഞവരെയും ചൊല്ലും. സിഗരറ്റ് വലിക്കണമെന്ന് ഒരു പ്രാവശ്യം തോന്നുമ്പോൾ, അങ്ങനെ ഓരോ സമയം തോന്നുമ്പോഴും ഓരോ നന്മ നിറഞ്ഞവരെയും ചൊല്ലി ഞാൻ ആ സിഗരറ്റ് വലി ഇന്ന് വരെ തൊട്ടിട്ടില്ല, ഇനി തൊടുകയില്ലെന്ന് സത്യം. ഇനി മേലിൽ തൊടില്ലെന്ന് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് അല്ലേ? അവിടെ മാതാവിൻ്റെ അവിടെ തൊട്ട് സത്യം ചെയ്തിരിക്കുകയാണ്. ഇനി തൊടുന്ന പ്രശ്നമില്ലെന്ന് അതേപോലെ കീപ്പ് ചെയ്യാണ്. അതൊരു സ്വരം കേൾപ്പിച്ച് യൂട്യൂബിൽ അഭിഷേകത്തിന് കേട്ടുകൊണ്ടിരുന്ന സമയത്ത് കഴിഞ്ഞ ജൂൺ 9-ാം തീയതി ഒരു സ്വരം, മകനെ നിന്റെ ദുശീലം നീ ആദ്യം നിർത്തിയാൽ നിന്റെ മകന്റെ ഭാവി നേരെയാകും. അപ്പം തന്നെ ആ രൂപത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ഒരൊറ്റ കരച്ചിലാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി മേലിൽ ഇല്ല. 36 വർഷമായ സിഗരറ്റ്, തമ്പാക്ക്, കള്ള്, ബ്രാൻഡി എല്ലാം നിർത്തി കംപ്ലീറ്റ്. കർത്താവ് അനുഗ്രഹിച്ചത് കണ്ട. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിലൊരു തകർച്ച. മകന് പഠിപ്പ് കഴിഞ്ഞെങ്കിൽ ജോലി കിട്ടാതെ, വിസ കിട്ടാതെ ഒരുപാട് തടസ്സങ്ങൾ. ഈ തടസ്സമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് മാറാൻ വേണ്ടി അധ്വാനിക്കണം, നമ്മളത് മാറാൻ വേണ്ടി പരിശ്രമിക്കണം, വചനം കേൾക്കണം, പ്രാർത്ഥിക്കണം, പലരോടും വിളിച്ച് പറയണം. അപ്പം ഇങ്ങനെ ഇവിടെ സിസ്റ്റർമാരോട് പറഞ്ഞപ്പോഴാണ് സിസ്റ്റർമാർ പറഞ്ഞത്, ചേട്ടാ ഒരു വഴിയുണ്ട്, യൂട്യൂബിൽ നിന്ന് അഭിഷേകത്തിന് ഡൗൺലോഡ് ചെയ്ത് അഭിഷേകത്തിന് എപ്പിസോഡുകൾ കാണുക, വചനം കേൾക്കുമ്പോൾ വഴി തുറക്കപ്പെടും അല്ലേ? അങ്ങനെ ചേട്ടനത് അനുസരിച്ചു. കർത്താവ് ആ വാചകം അനുഗ്രഹിച്ചു. 2 കരങ്ങൾ ഉയർത്തി. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടുന്നു. കൈ ഉയർത്തി കൈയടിച്ച് ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടുന്നു. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടുന്നു.
സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടുന്നു. ജനതകൾ കണ്ടിടുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ദൈവവചനം കേൾക്കുന്നതിന് വിലയുണ്ട്. ഈ സമയം തന്നെ ദൈവത്തിന് നമ്മൾ അനുഗ്രഹത്തിന് സമയമാക്കി മാറ്റാൻ പറ്റും. ഞാൻ നിങ്ങൾ ഹൃദയം തുറക്കുന്നുണ്ടോ? അത് പ്രസക്തമായൊരു കാര്യമാണ്. എല്ലാ മക്കളും വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ ഈ ടീമിനോട് ചേർന്ന്, ഈ കൂട്ടായ്മയോട് ചേർന്ന് മക്കളെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നിറയണമേ. കർത്താവായ യേശുവേ, ഇപ്പോൾ വചനം കേൾക്കുന്ന എല്ലാ കുട്ടികളെയും യുവതി യുവാക്കന്മാരെയും സർവ കുടുംബങ്ങളെയും സമർപ്പിതരെയും വൈദികരെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാനാജാതി മതസ്ഥരെ അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. അന്ധകാര പീഡകളിൽ നിന്ന് മക്കളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി കുറച്ചു നേരം ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, പിതാവേ, ഈ കുടുംബങ്ങളെ അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഈ കുടുംബങ്ങളിൽ അന്ധകാരങ്ങൾ മാറട്ടെ. കുടുംബങ്ങളിൽ നിന്ന് പൈശാചിക വിട്ടുമാറി പോകട്ടെ. നിരാശകൾ മാറട്ടെ. ഓ തലമുറയുള്ള വിനാശങ്ങൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഓ വിദ്യാർത്ഥിയുടെ അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് ആവസിക്കട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഓ ദൈവമേ, ഇടപെടണമേ. അവിടുത്തെ അത്ഭുതങ്ങളെ ചെയ്യണമേ. അവിടുത്തെ കൃപകളെ വർഷിക്കണമേ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്കിരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവസന്നിധിയിൽ നമുക്കെതിരായി സംസാരിക്കുന്നവർ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നാം ഓരോ പ്രവൃത്തികളും ഈ ഭൂമിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിനനുകൂലമായോ അതിന് എതിരായോ സംസാരിക്കുന്ന പ്രതിഭാസങ്ങൾ ഉണ്ട് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധലേഖനം പരിശോധിച്ചപ്പോൾ നിരവധി ഭാഗങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിലൊരു 4 മേഖലകളാണ് ഇന്ന് നമ്മുടെ പരിചിന്തനത്തിന് വേണ്ടി നാം എടുക്കുന്നത്. ആദ്യമായി ദൈവസന്നിധിയിൽ നമുക്കെതിരെ സംസാരിക്കുന്നത് നാം അധിവസിക്കുന്ന ഈ പ്രപഞ്ചം തന്നെയാണ്. ആകാശവും ഭൂമിയും എനിക്കെതിരെ ദൈവസന്നിധിയിൽ ശബ്ദമുയർത്തും. ഈ സൃഷ്ടപ്രപഞ്ചം എനിക്കെതിരെ ഉയരും. നമ്മൾ ഒരു പാപം ചെയ്യുമ്പോൾ നമ്മുടെ വിചാരം എന്താ? വേറെ ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് എന്നോട് ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കാൻ വേണ്ടി ഒരാൾ വന്നു. ഞാൻ സ്വഭാവ സർട്ടിഫിക്കറ്റ് എഴുതുമ്പോൾ ഉള്ള സ്വഭാവമല്ല നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഞാനതെല്ലാം ഉള്ള സ്വഭാവങ്ങൾ എഴുതാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അച്ഛാ കുറച്ച് നന്നായിട്ടല്ല എഴുതി വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഉള്ളതല്ലേ എഴുതാൻ പറ്റുള്ളൂ. പറഞ്ഞു, അച്ഛൻ നമ്മൾ മാത്രമല്ല അറിയുള്ളൂ, ഇത് വേറെ ആരും അറിയില്ല, അച്ഛൻ അങ്ങനെ എഴുതിയപ്പോൾ എനിക്ക് എൻ്റെ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് എനിക്ക് ആ മകനോടൊരു അലിവ് തോന്നി. ഞാൻ എഴുതിയില്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് ഒരു വലിയ ഉൾക്കാഴ്ച കർത്താവ് ആ നിമിഷങ്ങൾ തരികയുണ്ടായി. അതായത് ലോകത്തിൽ വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ മാത്രം ചെയ്യുമ്പോൾ ഞാനിരിക്കുന്ന ആ മേശയും ഞാൻ ഏത് മുറിയിരുന്ന് എഴുതുന്ന ആ ഭിത്തിയും എനിക്കെതിരെ ദൈവസന്നിധിയിൽ സാക്ഷി നൽകും. ദേ ഈ അച്ഛനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് എനിക്കെതിരെ ആ മേശയും ആ ഭിത്തിയും സാക്ഷി നൽകുമെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തൽ നൽകുന്നുണ്ട്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം
2-ാം അധ്യായം അതിൽ 11-ാം തിരുലിഖിതം. ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും, മേൽക്കൂരയിൽ നിന്ന് തുലാം മറുപടി പറയും. ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും, മേൽക്കൂരയിൽ നിന്ന് തുലാം അത് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. ഇതെങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ വിചാരം എന്താ? ഭിത്തി നമ്മളെ മറയ്ക്കുന്നു, വേറെ ആരും കാണുന്നില്ല, ഇരുട്ടെനിക്ക് മറയാണ്. പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായം 18-ാം വാക്യത്തിൽ മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പ്രതിഭാസത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രഭാഷകൻ 23:18. ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 23 വേഴ്സ് 18. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഹത്യം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല, ഞാൻ എന്തിന് പേടിക്കണം? അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല, മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇത് ഒരുപാട് ദൈവമക്കളെ ഈ ഭൂമിയിൽ സാത്താൻ വഞ്ചിക്കുന്ന ഒരു ട്രെൻഡാണ്, ഒരു രീതിയാണ്. വേറെ ആരും അറിയുന്നില്ല. ഇത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അറിയുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 3-4 പേര്, ഈ ഒരു ടീം മാത്രമേ അറിയുന്നുള്ളൂ. ഭിത്തി എനിക്ക് മറയാണ്, ഇരുട്ടെനിക്ക് സങ്കേതമാണ്, ഒരു കുഴപ്പമില്ല, രഹസ്യമായിരിക്കുന്നു, പരമരഹസ്യമായിരിക്കുന്നു. എന്നാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ആ ഭിത്തി തന്നെ നിനക്കെതിരെ ഉച്ചസ്വരത്തിൽ ഇത് വിളിച്ച് പറയും. ആ പരിസരങ്ങൾ, ആ കോമ്പൗണ്ടും ആ പുരയിടവും നിനക്കെതിരെ ഉച്ചസ്വരത്തിൽ ദൈവസന്നിധി ഇത് വിളിച്ചു പറയും. ജോബിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൽ 27-ാം തിരുലിഖിതം. ആകാശം അവൻ്റെ അനീതികളെ വെളിപ്പെടുത്തും, ഭൂമി അവനെതിരെ ഉയരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം ഇത് സത്യമായി ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. ആകാശം അവൻ്റെ അനീതികളെ ഉച്ചത്തിൽ വിളിച്ചു പറയും. ദേ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ അതിന് സാക്ഷിയാണ്. ഭൂമി അവനെതിരെ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഭിത്തിയും തുലാമും വിളിച്ചു പറയും, കല്ലും കട്ടയും എനിക്കെതിരെ സാക്ഷി നൽകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെയും നിങ്ങളുടെയും ഓരോ സൽകൃത്യങ്ങൾക്കും ഓരോ ദുഷ്കൃത്യങ്ങൾക്കും ഈ ആകാശവും ഭൂമിയും ഈ സൃഷ്ടപ്രപഞ്ചവും സാക്ഷിയാണ്. അത് സത്യമായി ഉള്ളതുപോലെ ദൈവസന്നിധിയിൽ അത് വെളിപ്പെടുത്തും. ഉച്ചത്തിൽ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കെതിരെ ദൈവസന്നിധിയിൽ സംസാരിക്കുന്ന 2-ാമത്തെ കൂട്ടരാണ് നാം ചെയ്തു കൂട്ടിയിട്ടുള്ള അകൃത്യങ്ങൾ, നമ്മുടെ പാപങ്ങൾ നാം ചെയ്ത് തീരുന്ന ആ സെക്കൻഡ് മുതൽ നമുക്കെതിരെയുള്ള അതിശക്തനായ ഒരു അഡ്വക്കറ്റാണ്, നമുക്കെതിരെ വാദിക്കുന്ന അതിശക്തനായ ഒരു അഡ്വക്കറ്റാണ് നാം ചെയ്ത ഓരോ പാപങ്ങളും. അത് ദൈവസന്നിധിയിൽ, ഞാനും നിങ്ങളും ദൈവസന്നിധി നിൽക്കുമ്പോൾ ആ പാപങ്ങൾ എനിക്ക് നിങ്ങൾക്കും എതിരെ അത്യുച്ചത്തിൽ വാദം ആരംഭിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കുരിശ് മരണം വഴി യേശുക്രിസ്തു എനിക്ക് വേണ്ടി രക്തം ചിന്തി പാപം ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച കുരിശുമരണ യോഗ്യതയാലുള്ള സൗജന്യ പാപക്ഷമ, കുംഭസാരം വഴിയുള്ള പാപക്ഷമ മരിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ, പാപമോചനം സ്വീകരിക്കാതെ മാരകപാപ അവസ്ഥയിൽ പാപമോചനം കിട്ടാതെ പോകുന്ന പാപങ്ങളെല്ലാം ദൈവസന്നിധിയിൽ എനിക്കും നിങ്ങൾക്കും എതിരെ ഉച്ചത്തിൽ വാദിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 20-ാം തിരുലിഖിതം, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 4 വേഴ്സ് 20. തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായി ഓടിയെത്തും. അപ്പോൾ അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരുടെ മുഖത്ത് തുറിച്ചു നോക്കി അവരെ കുറ്റപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദുഷ്കൃത്യങ്ങൾ ദൈവത്തിന്റെ ന്യായപീഠത്തിൽ നിന്ന് നമുക്കെതിരെ നമ്മളെ നേരെ നോക്കി കുറ്റപ്പെടുത്തും, അക്യൂസ് ചെയ്യും, കണ്ടം ചെയ്യും. യാക്കോബിലെ ലേഖനം 5-ാം അധ്യായം 4-ാം തിരുലിഖിതം, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു.
നാം ചെയ്ത പാപം ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്നു. നാം വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ദൈവസന്നിധി നിലവിളിക്കുകയാണ്. പാപം നമുക്കെതിരെ ആക്രോശിക്കും, പാപം നമുക്കെതിരെ നിലവിളിക്കും, പാപം നമുക്കെതിരെ സാക്ഷ്യം നൽകും. യെശയ്യാ പ്രവചനം 59 അധ്യായം 12 തിരുലിഖിതം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 59 വേഴ്സ് 12. ഞങ്ങളുടെ അതിക്രമങ്ങൾ അങ്ങയുടെ മുമ്പിൽ വർദ്ധിച്ചിരിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷ്യം നൽകുന്നു. ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ അതിക്രമങ്ങൾ, ഞങ്ങളുടെ ദുഷ്ടത, ഞങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചത്, ഞങ്ങൾ ചെയ്തു കൂട്ടിയ ഓരോ തരത്തിലുള്ള അപവാദങ്ങൾ, പറഞ്ഞു കൂട്ടിയത്, ചെയ്തു കൂട്ടിയത്, വിചാരിച്ചു കൂട്ടിയത്, ഞങ്ങളുടെ പാപങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്കെതിരെ വാദിച്ചു കൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്കെതിരെ സാക്ഷ്യത്തിനായി എഴുന്നേൽക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം തരുന്നൊരു മുന്നറിയിപ്പ് സമയത്തും കാലത്തും ഗൗരവത്തിലെടുത്താൽ അതിൻ്റെ ഗുണം നമുക്കുണ്ടാവും. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കട മുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാതെ നാശത്തിൽ ചെന്ന് നിവദിക്കുമെന്ന് തിരുവചനങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. വീണ്ടും നമുക്കെതിരെ ദൈവസന്നിധിയിൽ സംസാരിക്കുന്ന മറ്റൊരു കൂട്ടരാണ് നാം ആരെ വേദനിപ്പിക്കുന്നുവോ, നാം ആർക്കെതിരെ അതിക്രമം ചെയ്യുന്നുവോ അവരുടെ ദൂതന്മാർ, അവരുടെ കാവൽ ദൂത ഗണങ്ങൾ. മക്കളെ, ഓരോ മനുഷ്യർക്കും, ഓരോ സ്ഥാപനത്തിനും, ഓരോ ദേശത്തിനും, ഓരോ പ്രദേശങ്ങൾക്കും, രാജ്യങ്ങൾക്കും ദൂതഗണങ്ങളെ കർത്താവ് വിന്യസിച്ചിരിക്കുന്നു. എനിക്ക് കാവൽ ദൂതന്മാരുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് കാവൽ ദൂത ഗണങ്ങളെ നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഞാൻ നിങ്ങൾ ഒരാളെ വേദനിപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ കാവൽ ദൂതൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് എനിക്കെതിരെ ആരാണോ വേദനിപ്പിക്കുന്നത് ആ വ്യക്തിക്കെതിരെ കേസ് ഫയൽ ചെയ്യാണ്. ദേ നോക്ക്, ഇതാ എൻ്റെ ആളെ എങ്ങനെ ചെയ്യുന്നത് കണ്ടില്ലേ? ആ കാവൽ ദൂതൻ നമുക്കെതിരെ പിതാവിൻ്റെ സന്നിധി വാദിക്കുകയാണ്. ഈ സത്യം നമ്മുടെ രക്ഷകനായ യേശു തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 10-11 തിരുലിഖിതങ്ങൾ, മാത്യു ചാപ്റ്റർ 18 വേഴ്സസ് 10 and 11. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ദ്രോഹം ചെയ്യുമ്പോൾ, ഞാനൊരു ദുഷിവാക്ക് പറയുമ്പോൾ, ഞാൻ വേദനിപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ കാവൽ ദൂതൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് ആ വ്യക്തിക്ക് വേണ്ടി എനിക്കെതിരെ സാക്ഷി നൽകും, എനിക്കെതിരെ സംസാരിക്കും, എനിക്കെതിരെ പിതാവിൻ്റെ ശ്രദ്ധയെ വിളിക്കും. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട ദൈവമക്കളെ, നാലാമത്തെ കൂട്ടർ, ദൈവസന്നിധിയിൽ നമുക്കെതിരെ സംസാരിക്കുന്ന നാലാമത്തെ കൂട്ടരാണ് സാത്താൻ അഥവാ പിശാച്. സക്കറിയ പ്രവചനത്തിൽ 3 അധ്യായം 1 വാക്യത്തിൽ പ്രധാന പുരോഹിതനായ ജോഷുവായിക്ക് ഈ ഒരു യാഥാർത്ഥ്യം വെളിപ്പെടുത്തി കൊടുക്കാൻ സ്വർഗസ്ഥനായ പിതാവ് തിരുവുള്ളമായി. സക്കറിയ 3 അധ്യായം 1 വാക്യം, ബുക്ക് ഓഫ് സക്കറായ ചാപ്റ്റർ 3 വേഴ്സ് 1. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റമാരോപിക്കാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. എനിക്കും നിങ്ങൾക്കുമെതിരെ ഓരോ സെക്കൻഡിലും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലുള്ള കുറ്റങ്ങൾ കണ്ടുപിടിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കുമെതിരെ സദാ കുറ്റം ആരോപിച്ചുകൊണ്ട്, പഴി പറഞ്ഞുകൊണ്ട്, എന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുവൻ നിൽപ്പുണ്ട്. അവൻ്റെ പേരാണ് സാത്താൻ അഥവാ പിശാച്. വെളിപാടിൻ്റെ പുസ്തകം 12 അധ്യായം 9-10 തിരുലിഖിതങ്ങൾ, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സസ് 9 and 10. ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു.
അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരും. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. യേശുവിൻ്റെ രണ്ടാം വരവ് വരെ ദൈവസന്നിധിയിൽ പഴി പറയുകയും ദുഷിക്കുകയും ചെയ്തുകൊണ്ട് അവൻ നിലകൊള്ളുകയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു ചെറിയ പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തു തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ഓരോ സെക്കൻഡിലും ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ എനിക്കെതിരെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന പാപപ്രവൃത്തികൾ, ഈ ഭൂമിയും ആകാശവും, ഞാൻ ആരെ വേദനിപ്പിക്കുന്ന അവരുടെ ദൂതന്മാർ, സാത്താൻ അഥവാ പിശാച് എന്ന് വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഓരോ സെക്കൻഡിൽ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഈശോ നിരവധി തവണ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. ദൈവമേ, കൈവിട്ട ജീവിതം നയിക്കാതെ, അശ്രദ്ധമായി ജീവിക്കാതെ, സാധിക്കുന്നത് പോലെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യാൻ, മറ്റുള്ളവരെ അധികം ബുദ്ധിമുട്ടിക്കാതെയും നരകിപ്പിക്കാതെയും ദുഃഖിപ്പിക്കാതെയും ദൈവസന്നിധിയിൽ നീതിനിഷ്ഠമായൊരു ജീവിതം നയിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അതിനൊരു നല്ല ഹൃദയം തരണമേ. ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് കഴുകണമേ. ഞങ്ങളുടെ ആത്മാവിനെ ഒന്ന് വെടിപ്പാക്കണമേ. ഒരു ദാഹം തരണമേ, ഒരു ആഗ്രഹം തരണമേ. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, തിരുരക്തം കൊണ്ട് എൻ്റെ ഹൃദയം കഴുകണമേ. ജാഗ്രതയുള്ള ഹൃദയം തരണമേ. ജാഗരൂകമായ ഹൃദയം നൽകണമേ. വിശുദ്ധിയുള്ള ഹൃദയം തരണമേ. ഉണർവുള്ള ഹൃദയം തരണമേ. കഴുകണമേ നിത്യാത്മാവേ എൻ ഹൃദയം. പിതാവേ, തിരുരക്തത്താൽ കഴുകണമേ നിത്യാത്മാവേ എൻ ഹൃദയം. പുതിയൊരു ഹൃദയം നൽകണമേ. ദൈവത്തിനാലയമാകണമേ. പുതിയൊരു ഹൃദയം നൽകണമേ. 2 കരങ്ങൾ ഉയർത്തി അതിനെ തുറന്ന് ഒരുമിച്ച് ഉറക്കെ പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ കഴുകണമേ നിത്യാത്മാവേ എൻ അതിനെ തുറന്ന് ഉച്ചത്തിൽ ഉറക്കെ തിരുരക്തത്താൽ കഴുകണമേ കഴുകണമേ. നിത്യാത്മാവേ എൻ ഹൃദയം. പുതിയൊരു ഹൃദയം നൽകണമേ. ദൈവത്തിനാലയമാകണമേ. ദൈവത്തിനാലയമാകണമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ,
ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി ഹൃദയത്തിൻ്റെ ഭാരം എന്താണോ അത് ഈശോയോട് പറയുക. യേശുവേ, എനിക്ക് കൂടുതൽ ശ്രദ്ധ തരണം, കൂടുതൽ നന്നായി സൂക്ഷിച്ച് ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണം, നല്ലൊരു ആത്മീയ ജ്ഞാനം എനിക്ക് വേണം, ദിവ്യജ്ഞാനം കൊണ്ട് എൻ്റെ മനസ്സിനെ നിറയ്ക്കണം. എന്തെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം പറയുക. രോഗികൾ ഇപ്പോൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ വലിയ അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുകയാണ്. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ഹൃദയങ്ങളെ അറിയുന്നവനെ ഇപ്പോൾ സ്പർശിക്കണമേ. തകർന്ന കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണമേ. സൗഖ്യങ്ങളെ വിതരണമേ. ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ആരാധന, 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 ആരാധന. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല. അത്യുന്നതൻ കരം കൂടെയുണ്ട്, സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല. അത്യുന്നതൻ കരം കൂടെ